ചെമ്പനിപ്പൂ സീരിയലിൻ്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ അവസാനമായിട്ട് കണ്ടത് സച്ചി ബാമയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബാമയ്ക്ക് രേവതിയുടെ മേൽ യാതൊരുവിധ സംശയമില്ല എന്നുള്ള കാര്യം ബാമ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ബാമ ആന്റി രേവതിയെ സംശയമുണ്ട് എന്നുള്ള കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ബാമ മിണ്ടാതിരിക്കുന്നതോട് കൂടിയിട്ട് സച്ചി ആണെങ്കിൽ ഞെട്ടിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയിപ്പിക്കുന്നുണ്ട്. പണം കാണാതായത് ബാമയുടേതല്ല, ചന്ദ്രമതിയുടേതാണ്. അതും ശരത്തിന്റെ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ വക്കീലിന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണെന്നുള്ള സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് വീട്ടിലേക്ക് പോവാണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഡെയിലി അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കിടക്കാം കേട്ടോ. സച്ചി തിരികെ വന്നിട്ട് പതിവ് പോലെ തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നുണ്ട്. അച്ഛന്റെ അടുത്ത് അമ്മയെ വിളിക്കാൻ വേണ്ടി പറയുകയാണ്. രവി വിളിച്ച ഉടനെ തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോഴല്ലേ രവിയേട്ട ഞാനൊന്ന് കിടക്കാന്ന് വെച്ച് അങ്ങോട്ട് പോയത്, അപ്പോഴേക്കും എന്നെ വിളിച്ചു. സച്ചിക്ക് എന്തോ പറയാനുണ്ട്, അതിനാണ് ചന്ദ്ര വിളിച്ചതെന്നുള്ള കാര്യം രവി പറയുന്നത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയാണെങ്കിൽ അവൻ എന്താ ഇതിന് മാത്രം പറയാനെന്നൊക്കെ ചോദിക്കുകയാണെ. അച്ഛ, ചില സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ള കാര്യം തോന്നുന്നത്. പക്ഷെ അത് നമുക്ക് നടക്കുമ്പോഴാണ് മനുഷ്യന്മാര് ഇങ്ങനെയൊക്കെയാണല്ലോ എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. സച്ചിയുടെ സംസാരം കേട്ട ചന്ദ്രയാണെങ്കിൽ ഇവരെന്താ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് രവിയേട്ടാന്ന് ചോദിക്കുകയാണെ. നിക്ക് ചന്ദ്രേ, നീ സച്ചി കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയുന്ന രവി ആവശ്യപ്പെടുവാണേ. ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യല്ലോ എന്നുള്ള ആ ഒരു ഞെട്ടലിൽ നിന്ന് എനിക്ക് ഇതുവരെ അച്ഛൻ പുറത്തു വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു കാര്യം അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനത്തെ എന്ത് കാര്യമാണടാ നീ അറിഞ്ഞെന്ന് ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്. ബാമാന്റിന്റെ വീട്ടിലുണ്ടായിരുന്ന പണം എന്തായി, ആരാണ് എടുത്തതെന്നുള്ള കാര്യം അറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. കേട്ട ഉടനെ തന്നെ ശ്രുതിക്ക് കയ്യും കാലും വിറയ്ക്കുന്നുണ്ട്. എടുത്തത് അവിടെ വന്നത് നിന്റെ ഭാര്യയാണല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴാണല്ലോ നിങ്ങൾ ആരും വിശ്വസിക്കാണ്ടിരുന്നത്. അവിടെ ആരാണ് വന്നത്, ആരാണ് പണം എടുത്തത്, നീ എന്താണ് മനസ്സിലാക്കിയതെന്നൊക്കെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ചന്ദ്ര ചോദിക്കുന്നത് കേട്ടിട്ടും സച്ചി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. ഇത് കണ്ട ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ സച്ചിയേട്ട എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്, ആരാണെന്ന് വെച്ചാൽ പറ എന്ന് വർഷയും പറയുന്നുണ്ട്. നീ കൂടുതൽ ബിൽഡപ്പ് ഒന്നും കൊടുക്കണ്ട, കാര്യം എന്താന്ന് വെച്ചാൽ പറ എന്ന് സുതിക്കും. അത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരിക്കും. ഇത് കേട്ട രവിയാണെന്നുണ്ടെങ്കിൽ എടാ ആരാണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രേവതിയുടെ മഴയിലുള്ള പഴി അങ്ങ് പോവല്ലോ. അത് തന്നെയാണ് വെച്ചാൽ എങ്ങനെയാ പറയേണ്ടതെന്നുള്ള കാര്യം എനിക്ക് അറിയാത്തത്. അവരുടെ മേല് നമ്മൾ വെച്ചിരിക്കുന്ന വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസം ഒറ്റ ദിവസം കൊണ്ട് തകർന്നടിയുമ്പോ മനസ്സിന് ആകെ എന്തോ പോലെ. എടാ സച്ചി, നീ പറയുന്നത് കേട്ടിട്ടേ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്, നീ ആരാണെന്ന് വെച്ചാ പറയടാ. അങ്ങനെ സച്ചി പറയാണ് ബാമാന്റിയുടെ വീട്ടിൽ നിന്നും പണം എടുത്തത്. എല്ലാവരും നോക്കുന്നുണ്ടോ, ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ആവുകയാണ്. കുറച്ചു നേരം എല്ലാവരെയും ഒന്നും കൂടി നോക്കിയതിന് ശേഷം രേവതിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, അച്ഛ അത് രേവതിയാണ് എന്ന്. ഇത് കേട്ടിട്ട് രേവതിക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ലേ. സച്ചേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്, അമ്മ ഞാൻ മോഷ്ടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു, അത് തന്നെയാണോ സച്ചേട്ടനും പറയുന്നത്? അതെ, ഞാൻ സത്യം തന്നെയാണ് പറയുന്നതെന്ന് സച്ചി. രേവതിയുടെ പേര് പറഞ്ഞത് കേട്ട ഉടനെ തന്നെ ചന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ചന്ദ്ര രവിയുടെ അടുത്ത് പറയുന്നുണ്ട്, കേട്ടില്ലേ രവിയേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും എന്നെ ചീത്ത വിളിച്ചു, ഇപ്പോ അവളുടെ ഭർത്താവ് തന്നെ പറഞ്ഞത് കേട്ടില്ലേ. ഉടനെ തന്നെ രേവതിയാണെങ്കിൽ അച്ഛന്റെ അരികിലേക്ക് ചെന്നിട്ട് അച്ഛൻ ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഇവരടുത്ത് മറ്റാരോ എന്തൊക്കെയോ പറഞ്ഞിട്ട് സച്ചേട്ടന്റെ മനസ്സ് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് രവി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. സച്ചിയാണെങ്കിൽ അച്ഛ അങ്ങനെ ആരും എന്റെ മനസ്സൊന്നും മാറ്റിയിട്ടൊന്നുമില്ല, ഇപ്പോഴാണ് ജീവിതത്തിൽ ആരെയും വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ഇത് കേട്ട രേവതിയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. രേവതിയുടെ കരച്ചിൽ കാണുമ്പോൾ ശ്രീകാന്തിനൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. രേവതി ചേച്ചിയെ കുറിച്ചിട്ട് സച്ചിയുടെ തന്നെ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുവാണേ സച്ചിയുടെ അടുത്ത്. ആരാണെന്നുണ്ടെങ്കിലും സത്യം മറച്ചു വെക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. സച്ചിയുടെ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്, എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല, എന്റെ നെഞ്ച് തകർന്നതുപോലെ തോന്നുന്നു എന്നൊക്കെ പറയാനുണ്ട് രേവതി. ഞാൻ മോഷിച്ചു എന്നുള്ള കാര്യം സച്ചിയുടെ തന്നെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛ, ഇങ്ങനെ ഞാൻ എല്ലാവരും വിശ്വസിച്ച് ഞാനൊരു മണ്ടനായി പോവാണ്. അങ്ങനെ സച്ചി രേവതിയെ എങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ ചന്ദ്രമതിയുടെ മുഖത്തുള്ള ഭാവമൊക്കെ ഒന്ന് കാണണം കേട്ടോ. പക്ഷെ ചന്ദ്രയ്ക്ക് അറിയില്ലല്ലോ ഇത് ചന്ദ്രമതിക്കുള്ള പണിയാണ് എന്ന്. നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന്, രേവതിയാണ് മോഷ്ടിച്ചെന്നുള്ള സച്ചി പറഞ്ഞ ആ ഷോക്കിന്ന് പുറത്തു വരാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയിൽ രവി ചോദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അച്ഛ, ഞാൻ സത്യം തന്നെയാ പറഞ്ഞെന്നുള്ള കാര്യം വീണ്ടും സച്ചി പറയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കടാ. ഇപ്പൊ എങ്ങനെയുണ്ട് രവിയേട്ടാ, ഇവളെ തലമേലെ തൂക്കി വെച്ച് ആടിയ അവന്റെ വായിൽ നിന്ന് തന്നെ സത്യം വന്നില്ലേ. ഇത് കേട്ട രവിയാണെങ്കിൽ ഇല്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല, ആര് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല. രേവതിക്ക് അധ്വാനിക്കാൻ മാത്രമേ അറിയുള്ളൂ, ഒരിക്കലും മോഷ്ടിക്കാൻ അറിയത്തില്ല. അങ്ങനത്തെ ഒരു പെൺകുട്ടിയും അല്ല ഇത്, ഇവൻ ചുമ്മാ എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാണ്. അച്ഛന്റെ സംസാരം കേൾക്കുമ്പോൾ സുധിയാണെന്നുണ്ടെങ്കിൽ അച്ഛ അവള് മോഷ്ടിച്ചു എന്നുള്ള കാര്യം അവളുടെ ഭർത്താവ് തന്നെ പറയുന്നത് കേട്ടില്ലേ. ചുമ്മാ ഇരിക്കടാ എന്ന് പറഞ്ഞിട്ട് സുധിയുടെ വായ അടപ്പിക്കുകയാണ്. നിനക്ക് എന്താണ് ഭ്രാന്ത് പിടിച്ചോ, നീ എന്തോ തെറ്റിദ്ധരിച്ചിട്ടാണ് സച്ചി ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. അച്ഛ, ഞാൻ എന്തിനാ എന്റെ ഭാര്യയുടെ മേല് ചുമ്മാ തെറ്റിടാൻ വേണ്ടി ശ്രമിക്കുന്നത്,
അവളെക്കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുന്നത്. കേട്ടില്ലേ രവിയേട്ട, അവൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. ഇവളുടെ അനിയൻ തന്നെ മോഷ്ടാവാണല്ലോ, ഇവരുടെ കുടുംബം മൊത്തം മോഷ്ടാക്കളുടെ കുടുംബമാണെന്നൊക്കെ പറയണ്ടേ. ഇത് നോക്ക് ചന്ദ്രേ, നീ ചുമ്മാ അറിയാതെ വർത്തമാനം പറയാൻ വേണ്ടി നിൽക്കണ്ട. അച്ഛാ, അമ്മ രേവതിന് മേലെ കുറ്റം ചേർത്താൻ വേണ്ടി ശ്രമിച്ച സമയത്ത് എനിക്ക് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ സത്യം എന്താണെന്നുള്ള കാര്യം ഞാനും തിരിച്ചറിഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരിക്കലും രേവതി ചേച്ചി അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർഷയും പറയുന്നുണ്ട്, അതെ ശരി തന്നെയാണ്, ഒരിക്കലും രേവതി ചേച്ചി അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. നീ കേട്ടോടാ സച്ചി, വർഷ മനസ്സിലാക്കിയ അത്ര പോലും നീ രേവതിയെ മനസ്സിലാക്കിയിട്ടില്ലേ? ശരിയാണ് അച്ഛൻ പറഞ്ഞത്, അവൾ അങ്ങനെ ചെയ്യുന്നവളല്ല. പക്ഷെ സാഹചര്യം അത് അവളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. എന്നാ ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഇവൻ എന്താ പുതിയ കഥ പറയുന്നത്, പക്ഷെ എന്ത് ഐഡിയയിലാണ് ഇവൻ ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. സച്ചി ഒരു കാര്യം പറയുന്നുണ്ടെങ്കിലും അത് മറ്റെന്തോ ഉദ്ദേശിച്ചിട്ടാണെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് മാത്രം അവൾക്ക് എന്ത് സാഹചര്യമാണ് വന്നതെന്നുള്ള കാര്യം ചോദിച്ചിട്ട് രവി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ സച്ചിയുടെ അടുത്ത്. അച്ഛ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ കടം വന്നു, ആ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അവൾ 2 ലക്ഷം രൂപ മോഷ്ടിച്ചതായിരിക്കും എന്ന് പറയാണേ. ഇത് കേട്ട് രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് സച്ചിക്ക് അരികിലേക്ക് അങ്ങ് ചെല്ലുവാണ്. ഞാൻ മോഷ്ടിച്ചില്ല എന്നല്ലേ നിങ്ങളടുത്ത് പറഞ്ഞത്, വീണ്ടും വീണ്ടും നിങ്ങൾ എന്റെ മേല് പഴി ചേരാൻ വേണ്ടി ശ്രമിക്കണ്ട, എന്റെ അഭിമാനം വിട്ടിട്ട് ജീവിക്കുന്നവളല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒച്ച എടുക്കുവാണ്. സച്ചിയുടെ അടുത്ത് ശബ്ദം ഉയർത്തി സംസാരിക്കുന്ന രേവതിയുടെ അടുത്താണെങ്കിൽ, എടി ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ അങ്ങ് മാറ്റി നിർത്തുവാണേ. എന്താടി നിന്റെ ശബ്ദം അങ്ങ് ഉയരുന്നുണ്ടല്ലോ, നീ വലിയ മാനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അങ്ങനെ മാനാഭിമാനം ഉള്ളവളാണെന്നുണ്ടെങ്കിൽ ഇമ്മാതിരി പണി നീ ചെയ്യായിരുന്നു എന്ന് രേവതിയുടെ അടുത്ത് ചന്ദ്ര ചോദിക്കുന്നത് കേൾക്കുമ്പോഴേക്കും വായ മൂടുന്നുണ്ടോ ചന്ദ്ര എന്നുള്ള കാര്യം ചോദിച്ചിട്ട് രവി അവിടുന്ന് ദേഷ്യപ്പെടുവാണേ. സച്ചി നീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും ഞാൻ വിശ്വസിക്കില്ല, നീ എന്തോ അറിയാതെ സംസാരിക്കുകയാണ്. അച്ഛ എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ നേരെ ബാമാൻഡിയുടെ വീട്ടിലേക്ക് പോയി അവരടുത്ത് മാപ്പ് ചോദിച്ചു. ബാമാൻഡി ആണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്തു. പക്ഷേ എന്ത് ചെയ്യാനാണ് അച്ഛാ, ബാമാൻഡിന്റെ അടുത്ത് രേവതിന്റെ മേലെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയാണ്. പോലീസ് കംപ്ലൈന്റ് ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രുതിയുടെയും അതുപോലെ തന്നെ ചന്ദ്രമതിയുടെയും കാൽമുട്ടുകൾ തമ്മിൽ കൂട്ടിയിടിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ആരാണ് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് എന്നുള്ള കാര്യം സച്ചിയുടെ അടുത്ത് രവി ചോദിക്കുന്നുണ്ട്. അമ്മയാണെന്ന് സച്ചി അങ്ങ് പറയുവാണേ. ഇവനെന്താണ് എന്നെ പറയുന്നത്, ഞാൻ എപ്പോഴാ പറഞ്ഞെന്നാണ് കേട്ടോ ചന്ദ്ര ചിന്തിക്കുന്നത്. അയ്യോ ഭാമ ഇനിയിപ്പോ എന്തായിരിക്കും ഇവന്റെ അടുത്ത് പറഞ്ഞെന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നൊക്കെയാണ് കേട്ടോ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്. അത്രയും നേരം രേവതിയുടെ മേലെ പഴിച്ചാറിയത് ആ ഒരു സന്തോഷത്തിലായിരുന്നു കേട്ടോ നമ്മുടെ ചന്ദ്ര. രേവതി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം സച്ചിയും കൂടി പറഞ്ഞല്ലോ, ആ സന്തോഷമൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു വീഴാൻ വേണ്ടി തുടങ്ങുവാണ്. സച്ചി നീ പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് രവി ഒന്നുകൂടി ചോദിക്കുമ്പോ, അതേ അച്ഛാ, അമ്മയാണ് ബാമാൻഡിന്റെ അടുത്ത് പറഞ്ഞത് രേവതിയുടെ മേലെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കേട്ട രവിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്ര ഇങ്ങനെ നോക്കുവാണ്. ചന്ദ്ര ഒന്നും അറിയില്ലല്ലോ, പോലീസ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ചന്ദ്രയ്ക്ക് ഒന്നും അറിയില്ല, ഭാമ എന്താ പറഞ്ഞതെന്നും അറിയില്ല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഇത് കേട്ട സുധിയാണെന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞത് കറക്റ്റ് തന്നെയല്ലേ, പണം മോഷണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയല്ലേ വേണ്ടത്. സുധിയുടെ സംസാരം കേട്ട് ശ്രുതിയാണെങ്കിൽ അരികിലേക്ക് ചെന്നിട്ട്, സുധി നീ മിണ്ടാതിരിക്കെ, എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയാതെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല. അച്ഛ എന്റെ ഭാര്യ എന്തോ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്, അതിനു വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് പോലീസ് കംപ്ലൈന്റ് ഒന്നും കൊടുക്കരുത് എന്നുള്ള കാര്യം പറ അച്ഛ. സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചിയുടെ ഭാര്യ മോഷണ കേസിൽ പ്രതിയാണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛാ എനിക്കാണ് മാനക്കേട്. അത് മാത്രമല്ല അച്ഛാ, അത് നമ്മുടെ കുടുംബത്തിന് മാനക്കേടല്ലേ, അതുകൊണ്ട് കേസൊന്നും വേണ്ട എന്നുള്ള കാര്യം അച്ഛൻ തന്നെ അമ്മയുടെ അടുത്ത് പറ. ഇതൊക്കെ കേട്ടിട്ട് രവി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രയെ നോക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രയ്ക്ക് ഇതിനൊക്കെ എന്ത് മറുപടിയാ പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം അറിയാത്ത അവസ്ഥയിൽ ചന്ദ്ര ഇങ്ങനെ ബബ്ബ അടിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുവാണേ. കേസൊന്നും വേണ്ട, എന്റെ ഭാര്യ എന്തോ അറിയാതെ ചെയ്തു പോയതാണ്, നിങ്ങൾ ബാമാന്റെ അടുത്ത് പറഞ്ഞാൽ മതി, പിന്നെ ബാമാന്റെ കംപ്ലൈന്റ് കൊടുക്കില്ല എന്ന് ചന്ദ്രയുടെ അടുത്ത് സച്ചി തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല അച്ഛ, ആ പണം ഞാൻ എങ്ങനെയെങ്കിലും അമ്മയ്ക്ക് കൊടുത്തോളാം, കംപ്ലൈന്റ് ഒന്നും വേണ്ട എന്നുള്ള കാര്യം അച്ഛൻ പറയാന്ന് വീണ്ടും പറയാണേ. എടാ രേവതി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമല്ലേ പറയുന്നത്, അതിനിടയ്ക്ക് പിന്നെ എന്തിനാ കംപ്ലൈന്റ് കൊടുക്കുന്നത്? പക്ഷെ അപ്പോഴും സച്ചി പറയുന്നത്, ഇല്ല അച്ഛ അവള് തെറ്റ് ചെയ്തു, അച്ഛ കേസ് വേണ്ട എന്നുള്ള കാര്യം ഒന്ന് അമ്മയുടെ അടുത്ത് പറ. അത് മാത്രമല്ല രേവതി എടുത്ത ആ 2 ലക്ഷം രൂപയുണ്ടല്ലോ, അത് ഞാൻ അച്ഛന്റെ കയ്യിൽ തരാം, അമ്മയ്ക്ക് അത് അച്ഛൻ കൊടുത്താൽ മതി. നീ എന്താടാ പറയുന്നത്, ഞാൻ എന്താ പറഞ്ഞത് അവള് തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന്? നിന്റെ മനസ്സ് ആരോ മാറ്റിയിട്ടുണ്ട്. രേവതിയുടെ മേലെ കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മേടിക്കണമെന്നോ, അത്രയും വൃത്തികെട്ട പണി ഞാൻ ചെയ്യണമെന്നോ, പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണേ. അച്ഛ നിക്ക്, അച്ഛൻ ഇപ്പൊ എന്താ പറഞ്ഞത്? അച്ഛനിപ്പോ പറഞ്ഞത് കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പണം മേടിക്കുന്ന വൃത്തികെട്ട പണി ഞാൻ ചെയ്യണമെന്നല്ലേ അച്ഛൻ ചോദിച്ചത്? അതെ, ഞാൻ എന്തിനാണ് പണം വാങ്ങുന്നത്? ഇത് കേട്ട ഉടനെ തന്നെ സച്ചി അങ്ങ് ക്ലാപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുവാണേ. സൂപ്പർ അച്ഛ, അച്ഛൻ ഒരിക്കലും ആ പണി ചെയ്യില്ല. എന്നാ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഈ വീട്ടിലുള്ള ഒരാള് 2 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്രമതി അങ്ങ് ഞെട്ടി തരിച്ചു നിൽക്കുവാണേ. ഈ വീട്ടിലുള്ള ആളോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ രവി സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോ, അതേ അച്ഛ, ഇത്ര നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണ്,
കള്ളമാണ്. എന്റെ ഭാര്യ രേവതി ബാമാൻഡിന്റെ വീട്ടിൽ നിന്ന് പണമൊന്നും എടുത്തിട്ടില്ല. അത്രയും വൃത്തികെട്ട പണി ജീവൻ പോയി കഴിഞ്ഞാലും രേവതി ഒരിക്കലും ചെയ്യില്ല. പിന്നെ എന്തിനാ സച്ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ വാങ്ങി എന്നുള്ള കാര്യം. അത്രയും വൃത്തികെട്ട പണി ചെയ്തത് ദേ അമ്മയാണ്. ഇത് കേട്ട ഉടനെ തന്നെ എല്ലാവരും ഇങ്ങനെ ചന്ദ്രമതിയെ നോക്കുവാണേ. ചന്ദ്രയാണെങ്കിൽ തലയും താത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണ് നീ പറഞ്ഞെന്ന് ഒന്നുകൂടി ചോദിക്കുകയാണ് കേട്ടോ രവി. അതെ അച്ഛാ, ശരത്തിന്റെ മേലുള്ള കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് വക്കീലിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് അമ്മ. ഒരു കുറ്റവാളിയെ പോലെ തലയും കുരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചന്ദ്ര. രവി നോക്കുന്ന സമയത്ത് അച്ഛാ, ആ 2 ലക്ഷം രൂപയാണ് ബാമേന്റെ വീട്ടിൽ നിന്ന് മോഷണം പോയത്. രേവതിയുടെ കയ്യിൽ നിന്ന് മേടിച്ച കാശ് രേവതി തന്നെ എടുത്തു എന്നുള്ള കാര്യമാണ് എന്ന കുറ്റമാണ് രേവതിയുടെ മേലെ ഇടാൻ വേണ്ടി നോക്കിയത് അമ്മ. അമ്മേ, സച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണോന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ മിണ്ടാതെ നിൽക്കുവാണ് ചന്ദ്ര. അച്ഛാ, പണം വാങ്ങിയത് തന്നെ തെറ്റാണ്. അത് പോരാത്തതിന് അത് എടുത്തു എന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യനെ തലയിലിടാൻ വേണ്ടി ശ്രമിച്ചു. ഇതിന് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്? ഇത് സത്യമാണോ ചന്ദ്ര എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട്. മിണ്ടാതെ അച്ഛാ മൂങ്ങയെ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? ഇതില് അച്ഛനാണ് ന്യായം പറയേണ്ടത്. ഇതില് ഞാൻ എന്ത് തീർപ്പ് പറയാനാടാ? കുറ്റവാളിയായിട്ട് നിൽക്കുന്നത് ഇവളാണ്. ഇതിനകത്ത് തീർപ്പ് പറയേണ്ടത് നീയും രേവതിയുമാണ്. അച്ഛാ, രേവതി പാവമാണ്. അവൾ ഒരിക്കലും അമ്മ ചെയ്തത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇതിന് തീർപ്പോ പറയാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. അമ്മ ചെയ്ത പണിക്ക് രേവതിയുടെ അടുത്ത് അമ്മ മാപ്പ് ചോദിക്കണം. ഇത് കേട്ട ഉടനെ തന്നെ വർഷം ചാടി വീഴുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ആണ്. രേവതി ചേച്ചി ഒരു തെറ്റും ചെയ്യാതെ ആന്റി രേവതി ചേച്ചിന് മേലെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി നോക്കി. അതുകൊണ്ട് മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ. വർഷയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ശ്രീകാന്ത് ആണെങ്കിൽ പോയിട്ട് കാലിൽ ചവിട്ടുന്നുണ്ട്. നീ എന്തിനാണ് എന്റെ കാലിൽ ചവിട്ടുന്നത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ? എനിക്കും രേവതി ചേച്ചിക്ക് ഇടയിൽ പ്രശ്നമുണ്ട്, അടിയാണ്. പക്ഷേ ഇതിനൊരു തീർപ്പ് എന്ന് പറയുന്നത് മാപ്പ് പറയൽ മാത്രമാണ്. ആന്റി, നിങ്ങൾ സോറി പറഞ്ഞേ പറ്റുള്ളൂ. എന്നാ ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ മാപ്പ് ചോദിക്കുന്നത് ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുവാണേ. ആരാണ് തെറ്റ് ചെയ്തത്? ആദ്യം ഇവളുടെ അനിയൻ തന്നെയല്ലേ എന്റെ കയ്യിൽ നിന്ന് പണം മോഷിച്ചത്. അവനല്ലേ തെറ്റ് ചെയ്തത് എന്ന് കരുതിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പണവും മേടിച്ചിട്ട് നീ രേവതിയുടെ മേലെ കുറ്റം ചാർത്താൻ വേണ്ടി ശ്രമിക്കോ? നീ മാപ്പ് ചോദിച്ചേ പറ്റുള്ളൂ എന്ന് രവിയും പറയാണേ. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ച രവിയേട്ടാ എന്ന് ചോദിക്കുമ്പോൾ ഇത്ര നാളായിട്ട് നിന്റെ കൂടെ ജീവിച്ചിട്ട് ഭ്രാന്ത് പിടിക്കാത്തത് തന്നെ വലിയ കാര്യമാണ്. ഇത് നോക്കി രവിയേട്ടാ, ഞാന് ആ കേസ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവളുടെ അനിയൻ നമ്മളെല്ലാരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജയിലിൽ പോകുമായിരുന്നു. പിന്നെ അവന്റെ പഠിപ്പും ജീവിതവും എല്ലാം നശിക്കുമായിരുന്നു. അതൊന്നൊക്കെ ഞാനാണ് അവനെ രക്ഷിച്ചത്. എങ്ങനെയാണെന്നുണ്ടെങ്കിലും കോർട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവന് ശിക്ഷയും അതുപോലെ ഫൈനും കിട്ടില്ലേ? അതിനു വേണ്ടിയിട്ട് ഞാനിട്ട ഫൈനാണിത്. അച്ഛാ, കേട്ടില്ലേ? അമ്മ ഇപ്പൊ ജഡ്ജിന്റെ പണിയെ ഏറ്റെടുത്തു. ചന്ദ്രേ, തെറ്റ് ചെയ്തിട്ട് നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട. അത് അതിനേക്കാൾ വലിയ തെറ്റാണ്. പിന്നെ നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ ഇവളുടെ അടുത്ത് മാപ്പ് ചോദിക്കണമെന്നോ? കേട്ടുടനെ രേവതി പറയുന്നത്, അമ്മേ വേണ്ട, അമ്മ ഒരിക്കലും എന്റെ അടുത്ത് മാപ്പ് പറയണ്ട. സച്ചേട്ടൻ അറിഞ്ഞ കാര്യം ഞാനായിരുന്നു അറിഞ്ഞതെങ്കിൽ ഒരിക്കലും ഈ കാര്യം വീട്ടിൽ വന്ന് പറയില്ലായിരുന്നു. നീ എന്താടി വലിയ ത്യാഗിയാണെന്നാണ് നിന്റെ വിചാരം? നീ എനിക്ക് എന്തോ നല്ലത് ചെയ്യുന്നത് പോലെയാണല്ലോ സംസാരിക്കുന്നത്. അച്ഛാ, നമുക്ക് അമ്മയെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാലോ. അമ്മ ഒരിക്കലും മാപ്പൊന്നും ചോദിക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി മേലെ രേവതിയോ രേവതിയുടെ കുടുംബത്തെയോ മോഷ്ടാക്കളുടെ കുടുംബം എന്നുള്ള കാര്യം പറയാൻ പാടില്ല. അങ്ങനെ ഇനി പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും ഞാൻ ആരാണെന്ന്. തുടർന്ന് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ആന്റി സോറി പറയണമെന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷെ ആന്റി ചെയ്തത് കറക്റ്റ് ആണ്. അവരുടെ അനിയന് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ആന്റി 2 lakhs മേടിച്ചത് ഓക്കെ ആണ്. വർഷയുടെ ആ സംസാരം കേൾക്കുമ്പോൾ വർഷ എന്തോ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നെഞ്ചും വിരിച്ചൊക്കെ നിൽക്കുന്നുണ്ടോ ചന്ദ്ര. ആന്റി, ആ പണം ലോയറിന്റെ അടുത്ത് ചോദിക്കാതെ നേരിട്ട് രേവതി ചേച്ചിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി ഡീസന്റ് ആയിരിക്കില്ലായിരുന്നോ? എടാ, ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചോദിക്കാനോട്ടോ ചന്ദ്ര ശ്രീകാന്തിന്റെ അടുത്ത്. അവള് കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ പറഞ്ഞത്? ഇല്ലെങ്കിൽ അമ്മയ്ക്ക് സച്ചേട്ടന്റെ അടുത്ത് ചോദിക്കാമായിരുന്നു. അത് ചെയ്യാതെ ഇപ്പൊ ലോയർ അടുത്ത് പോയി പണം ചോദിച്ചു. പോരാത്തതിന് ഇപ്പൊ രേവതി ചേച്ചിയുടെ തലയിൽ കുറ്റിടാൻ നോക്കി. ഇതൊന്നും അത്ര നല്ല കാര്യമല്ല അമ്മേ. എടാ, നിനക്കിട്ട് ഞാനൊന്ന് തന്നാലോ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന് നേരെ കൈ ഉയർത്താണ് കേട്ടോ ചന്ദ്ര. അപ്പോഴേക്കും ഇടയിൽ കയറി അങ്ങ് നിൽക്കുവാണ് കേട്ടോ വർഷ. കൈ താനെ അങ്ങ് താഴുന്നുണ്ട്. ആരും അവരവരുടെ പണി നോക്കിയിട്ട് പോവാൻ നോക്ക്. ആരും എന്റെ അടുത്ത് പഞ്ചായത്ത് പറയാനൊന്നും വരണ്ട. അമ്മ ചെയ്തത് 100% കറക്റ്റ് ആണ്. അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇത് തന്നെ ചെയ്യുള്ളൂ എന്ന് അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രുതി സംസാരിക്കുമ്പോൾ, എടാ നീയും ഇത് തന്നെയാണ് ചെയ്തത്. അമ്മയും നീയും ചെയ്തത് ഒരേ പണിയാണ്. അമ്മ 2 ലക്ഷം രൂപ, എന്നാ നീ ആണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം. ഓ, വീണ്ടും അവൻ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് മിണ്ടാതിരിക്കുവാണേ. ശ്രുതിയെ കുറിച്ച് പറയുമ്പോഴേക്കും ശ്രുതി ആണെങ്കിൽ മിണ്ടാതിരിക്കൂലല്ലോ. എപ്പൊ നോക്കിക്കഴിഞ്ഞാലും സച്ചി അത് തന്നെ പറയാനുള്ളൂ. ഇപ്പോ ശ്രുതി പണം തിരികെ തരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ആന്റി, ശരത്തിനെ ജയിലിലേക്ക് അയക്കാത്തത് തന്നെ വലിയ കാര്യമാണ്. ആന്റി ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആന്റി ആശ്വസിപ്പിക്കുകയാണേ. ഞാൻ എന്തിനങ്ങനെ ഫീൽ ചെയ്യുന്നത്? എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ രേവതി ഈ പണം എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ഈ പണം എടുത്തത്? അപ്പോഴേക്കും ശ്രുതി മിണ്ടാതിരിക്കുന്നുണ്ട്. പണം എടുത്തത് അവളാണല്ലോ. വീണ്ടും തന്റെ നേർക്ക് വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടാണ് കേട്ടോ മിണ്ടാതിരിക്കുന്നത്. ചന്ദ്രേ, നീ ചെയ്തത് തെറ്റാണ്. നീ ഒറ്റൊരുത്തി കാരണം സച്ചിക്കും രേവതിക്കും കടമായത് 5 ലക്ഷം രൂപയാണ്. കുടുംബത്തിനുള്ളിലുള്ള പ്രശ്നം
അല്ലെങ്കിൽ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് പണം മേടിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഇത് തെറ്റാണ്. നീ തന്നെ ആ 5 ലക്ഷം രൂപ അവർക്ക് തിരികെ കൊടുക്കണം. ഞാൻ കൊടുക്കണമെന്നോ? ഞാൻ എന്തിനാ കൊടുക്കുന്നത്? അല്ലെങ്കിലും എന്നെ കൊണ്ട് എങ്ങനെയാണ് ആ പണം കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഞാനെന്താ ഇവിടെ ലക്ഷങ്ങളാണോ സമ്പാദിക്കുന്നത്? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നിന്റെ സ്വർണം വിൽക്കുക അല്ലെങ്കിൽ വീട് ലീസിന് കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തു. പണം അവർക്ക് തിരികെ കൊടുത്തേ പറ്റുള്ളൂ. എന്നെ കൊണ്ട് അതൊന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ കൊഴിഞ്ഞു മാറുമ്പോൾ, ശരി, നീ എന്റെ ഭാര്യയാണ്, എല്ലാത്തിലും പാതി പാതിയാണല്ലോ, അതുകൊണ്ട് തന്നെ നീ ചെയ്ത തെറ്റും അതിലും ഞാനും പങ്കെടുക്കണമല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ആ പണം ഞാൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. അച്ഛൻ എന്തൊക്കെയാ പറയുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേടാ, പെൻഷൻ വാങ്ങുന്ന പണത്തിൽ ഞാൻ മാസം മാസം കട അടച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പണം പോരാത്തത് കൊണ്ട് തന്നെ ഞാൻ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടി പോവാണ്. അച്ഛൻ എന്തിനാ ജോലിക്ക് പോകുന്നത്? ഞങ്ങൾ ഇവിടെ അല്ലേ അച്ഛാ, ഈ കടൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ അടച്ചോളാം എന്ന് പറയാണ്. നിങ്ങൾ എന്തിനാണ് ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നത്? പാപം ഒരു പക്ഷം പഴയൊരു പക്കം, അങ്ങനെയല്ലേ? ആ പണം ചന്ദ്ര തന്നെ തിരിച്ചു തരണം, ഞാനും ജോലിക്ക് പോയിട്ട് ഇത് തരും എന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് പോവാണ് കേട്ടോ. സച്ചി വിളിച്ചതൊന്നും കേൾക്കാതെ. അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം സച്ചി രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, സോറി രേവതി, അമ്മയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ മേല് പഴി ചാർത്തിയത്. സോറി എന്ന് പറയുമ്പോഴേക്കും രേവതി സച്ചി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കും.